ഹലോ SLC മക്കളെ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാവുന്ന ഈ വീഡിയോയിൽ ആനിമേഷൻ സിൻഫിക് സ്റ്റുഡിയോ മൊത്തം പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ റോക്കറ്റ് പറക്കുന്നത്, ഫുട്ബോളിൽ ഗോൾ അടിക്കുന്നത്, ഹാപ്പി ന്യൂ ഇയറും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകണം. ഒറ്റൊരു വീഡിയോയിൽ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എത്ര ടഫല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മെയിൽ മെർജോ ടേബിൾ ഇൻഡെക്സിനെക്കാട്ടൊക്കെ സിമ്പിൾ. ടേബിൾ ഇൻഡെക്സ് ഒക്കെ സിമ്പിളാണ്, എന്നാലും വളരെ സിമ്പിളാണ്. ഇത് HTML സിമ്പിളാണെന്ന് ഞാൻ പറയും, വളരെ സിമ്പിൾ. ഓക്കെ, അപ്പം ഇത് 2025 എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ് മോഡൽ. അപ്പോൾ ഫൈനൽ എക്സാമിൽ ഇത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ക്സ്കേപ്പ് വന്നിട്ടുണ്ട്, ഓൾറെഡി ചാനൽ വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവരെ പോയി കാണുക. ഓക്കെ, അത് പോരാതെ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ലൈവ് ഉണ്ടാക്കാൻ മറക്കരുത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇങ്ക്സ്കേപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ആനിമേഷനും കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്, പോയി നോക്കുക. ഓക്കെ, പൈത്തൺ ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് SLC നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, റിവിഷനും ക്രാഷിനും ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ നമ്പർ കൊടുത്തോളൂ, ജോയിൻ ചെയ്യാം. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം തന്നെ നിങ്ങളുടെ ക്വസ്റ്റൻസിലേക്ക് പോകാൻ സമയം കളയുന്നില്ല. പിന്നെ മക്കളെ, നിങ്ങൾക്ക് എക്സാമിനർ +1 +2 നീറ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസിൽ വന്ന് പഠിച്ച് നീറ്റ് റാങ്ക് മേടിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ ഡീറ്റെയിൽസും എൻട്രൻസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. ഓക്കെ, കുറച്ച് സീറ്റുകളെ ബാക്കിയുള്ളൂ. വളരെ സിമ്പിൾ സംഭവമാണ് നമ്മുടെ ഈ സംഭവം. ഓക്കെ, എന്ത് സംഭവം? നമ്മുടെ ആനിമേഷൻ സംഭവം. എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ ഞാനിവിടെ ആനിമേഷൻ സോഫ്റ്റ്വെയർ നേരത്തെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പിക്ചറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ഉടായിപ്പ് വെച്ചിട്ട് ഒരു റെക്കോർഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ വേറെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുന്ന ഗ്രാഫിക്സിലേക്ക് വരും. താഴെ പോയി നിങ്ങൾക്ക് സിൻഫിക് സ്റ്റുഡിയോ കാണുന്നു. ഫസ്റ്റ് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തൊരു കാര്യം, സിൻഫിക് സ്റ്റുഡിയോയിലെ പ്രൊജക്റ്റ് സേവ് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് ചെയ്ത് റെൻഡർ ചെയ്യുമ്പോഴുള്ള ഫയൽ ഫോർമാറ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യും. രണ്ടും കമൻറ്റ് ചെയ്യണം, വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു നോക്കണം, തിയറിയിലെ ക്വസ്റ്റൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാനൽ, ഇവിടെയാണ് നമ്മുടെ ഫ്രെയിമുകൾ. പിന്നെ കമൻറ്റ് ചെയ്യേണ്ടത് എത്ര ടോട്ടൽ ഫ്രെയിംസ് ഉണ്ട്, എത്രയാണ് ഡിഫോൾട്ട് FPS ഫ്രെയിംസ് പെർ സെക്കൻഡ് ഡിഫോൾട്ട് എത്രയാണ്, എത്ര ഡ്യൂറേഷനാണ് ഒരു ആനിമേഷൻ ഉണ്ടാവുക. കമൻറ്റ് ചെയ്തല്ലോ, പ്ലീസ് കമൻറ്റ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 120 ഫ്രെയിമുകളാണ് നിങ്ങൾക്ക് അവിടെ കാണാം. 0 ഫ്രെയിം സ്റ്റാർട്ട് ചെയ്ത് 120 ഫ്രെയിം ടോട്ടലുണ്ട്. 24 FPS ഫ്രെയിം പെർ സെക്കൻഡാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് 5 സെക്കൻഡാണ് ടോട്ടൽ ഉണ്ടാകുക. 24x5 ആണ് 120. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫയലിലേക്ക് ഒന്ന് ഇമ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇമ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ 2025 സപ്പോർട്ടിംഗ് ഫയൽസിൽ ഇമേജസിൽ നമ്മുടെ സ്കൈ എടുക്കുന്നു. ഓക്കെ, സ്കൈ എടുക്കുന്നു. ഇനി നമ്മൾ ചാടി കയറി ഇതൊന്നും നീക്കാൻ പഠിക്കരുത്. ഇതാണ് വലുതാക്കാൻ. ഓക്കെ, ഇവനാണ് വലുതാക്കാൻ, ഇവനാണ് നമുക്ക് നീക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കൺട്രോൾ സെറ്റ് കൊടുക്കും, കുറച്ച് വലുതാക്കുന്നു. ഓക്കെ, സ്കൈ കിട്ടി, സെറ്റ്. ഓക്കെ, ഒന്ന് കൺട്രോൾ+ഒക്കെ സൂമായി. ഇനി എന്താണ് വേണ്ടത്? ബേസിക്കലി റോക്കറ്റിന് കൊണ്ടുവരണം. ഫയലിലേക്ക് ഇമ്പോർട്ട് വെക്കുന്നു. റോക്കറ്റ് റോക്കറ്റ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇവനെ ചെറുതാക്കുന്നു. ഇവനെ പിടിച്ച് വലിച്ചാൽ മതി. ഓക്കെ, കുറച്ചുകൂടി ചെറുതാക്കാം. ഓക്കെ, ഇവൻ താത്ത. ഓക്കെ, ഇനി ബേസിക്കലി നമ്മൾ എന്താ പറയേണ്ടത്? സ്റ്റാർട്ടിങ്ങിൽ ഓരോ ഫ്രെയിമിൽ ഇതിൻ്റെ കീ ഫ്രെയിം എന്ന് പറയും. ഓക്കെ, ബേസിക്കലി എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ റോക്കറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, 0 ഫ്രെയിം അല്ലേ? 0 ഫ്രെയിമിൽ ഇവനെ ഇവിടെ വേണം. 120ാമത്തെ ഫ്രെയിമിൽ ഇവനെ ഇങ്ങനെ പറപ്പിക്കണം. ഓക്കെ, രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ സ്കൈ താഴേക്ക് വരാം, പക്ഷേ സ്കൈ നമുക്ക് ചെറിയ ഫോട്ടോ ആണ്, അല്ലെങ്കിൽ നമുക്ക് റോക്കറ്റിൻ്റെ മേലേക്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ 0 ഫ്രെയിമിൽ ഇവിടെ തുടങ്ങുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ 0 ഫ്രെയിമിലേക്ക്. ഇനി ആനിമേഷൻ ചേട്ടൻ ഓണാക്കണം കേട്ടോ. വേണം നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി രസത്തിന് വേണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. തീയൊക്കെ ഒന്ന് കണ്ടോട്ടല്ലേ. ഓക്കെ, ആനിമേഷൻ ചേട്ടൻ ഓണാക്കി. ഇതിപ്പോൾ 0 ഫ്രെയിമിൽ ഇവൻ എവിടെയാണ് പൊസിഷൻ എന്ന് മനസ്സിലായി. 120ാമത്തെ ഫ്രെയിം എടുത്ത് 120 ടൈപ്പ് ചെയ്തു. ഇനി 120ാമത്തെ ഫ്രെയിമിൽ നമുക്ക് അവസാനത്തെ ഫ്രെയിമിൽ എന്താ, ഇതിന് മേലേക്ക് വേണം. അപ്പോൾ ഞാൻ ഷിഫ്റ്റിനേക്ക് പൊക്കി ഇങ്ങനെ ഗിലിഗിലിയാ നീങ്ങില്ല. ഓക്കെ, ഇവിടെ എൻഡ് ചെയ്യണം. ഓക്കെ, ഇനി ആനിമേഷൻ ചേട്ടൻ ഓഫാക്കി പ്ലെയിനേക്കോ കഴിഞ്ഞു. ഇത്രയൊരു സംഭവം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സാർ ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ സൈസ് ചെറുതാക്കണം, ചെറുതായിക്കോ. ആനിമേഷൻ ചേട്ടൻ ഓണാക്കുക. 120ാമത്തെ ഫ്രെയിമിൽ ദൂരേക്ക് പോയ പോലെ, അപ്പോൾ നമ്മളിങ്ങനെ ചെറുതാക്കുന്ന പോലെ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് കൺട്രോൾ മൈനസ് വെക്കുന്നു, ചെറുതാക്കാൻ. ഞാൻ ഇവിടെ നിന്ന് ചെറുതാക്കുന്നു. വെറുതെ ഒരു ഫീൽ, ഇതൊക്കെ വെറുതെ എക്സ്ട്രാ കേട്ടോ. ഇങ്ങനത്തെ സംഭവം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ആനിമേറ്റർ പ്രോ ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ. ഓക്കെ, കേട്ടോ, അങ്ങനെ ചെറുതായി പോകുന്നുണ്ടോ, കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ കമൻറ്റ് ചെയ്തതുപോലെ നമ്മളിവനെ പ്രൊജക്റ്റ് സേവ് ആസ് കൊടുക്കുന്നു. സേവ് ആസ് കൊടുക്കുമ്പോൾ SIFZ എന്നായിട്ടാണ് വരും. ഓക്കെ, അപ്പം നമ്മളെന്താണ് ANI1 എന്ന് കൊടുക്കുക, ആനിമേഷൻ 1. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിലേക്ക് കഴിയും. ഓക്കെ, സെറ്റ് മോഡ് സെറ്റ് നമ്മൾ സേവ് ചെയ്തു പ്രൊജക്റ്റ്. ചിലപ്പോൾ നിങ്ങളോട് എക്സ്പോർട്ട് ചെയ്യാൻ പറയും. വീഡിയോ അല്ലെങ്കിൽ ആനിമേഷൻ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ റെൻഡർ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഓക്കെ, റെൻഡർ. അപ്പോൾ ഇവനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. നമ്മൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ഞാൻ ANI1 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു. ANI1 എന്ന് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. പക്ഷേ നമ്മൾ എക്സ്റ്റൻഷൻ AVI മാറ്റിയിട്ട് FLV ആക്കുന്നു. ഓക്കെ, FLV ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. 24 FPS-ലാണ്, 0 ഫ്രെയിം സ്റ്റാർട്ടിങ്, 120 എൻഡിങ്, 121 ഫ്രെയിം ഉണ്ടാവും ടോട്ടൽ. അത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ റെൻഡർ കൊടുക്കുക. ഓക്കെ, ഇവിടെ റെൻഡറിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെൻഡറിങ് കഴിഞ്ഞ് അവിടെ റെൻഡർ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. ഓക്കെ, എന്തോ ഒരു പ്രശ്നത്താൽ എൻ്റെ കമ്പ്യൂട്ടറിൽ FLV കാണാറില്ല. ഓക്കെ, ചിലപ്പോൾ ഭാഗ്യമുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ആനി 1 നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എൻ്റെ FLV കാണാൻ പറ്റും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആ പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ കമ്പ്യൂട്ടറിൽ ചെറിയ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേഗം എന്ത് ചെയ്യാം, ആക്ടിവിറ്റി 2ലേക്ക് പോകാം. ഓക്കെ, ആക്ടിവിറ്റി 2 എന്താ, പ്ലേ ഗ്രൗണ്ട് ഫുട്ബോൾ ഗോൾ ചെയ്യുന്നത്. വേഗം തീർക്കും. ഓക്കെ, നമ്മൾ ന്യൂ കൊടുക്കുന്നു. ഓക്കെ, ഇമ്പോർട്ട് കൊടുക്കുന്നു. പ്ലേ ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് സൈസാണ്, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി എന്താ, ഫുട്ബോളില്ല. അയ്യോ, ഫുട്ബോളിനെ വേഗം എടുക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്നു, ഫുട്ബോൾ വയ്ക്കുന്നു, അതിനെ ചെറുതാക്കുന്നു, ഇത് പിടിച്ച് വലിച്ച് ചെറുതാക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2 രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഗോൾ ആക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ ആനിമേഷൻ ചേട്ടൻ ഓണാക്കി. 0 ഫ്രെയിമാണ് ഇവിടെ, 0 ഫ്രെയിമിൽ ഇവിടെ തന്നെ. ഓക്കെ, 120ാമത്തെ ഫ്രെയിം നിൽക്കുന്നു. അപ്പോൾ നമ്മൾ കീ ഫ്രെയിമാണ് കൊടുക്കുന്നത്. ഗോൾ ആവണമെങ്കിൽ ഇവിടേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെയാണ് അവസാനിക്കേണ്ടത്. അപ്പോൾ കുറച്ച് ദൂരേക്ക് പോകുന്നതുകൊണ്ട് ചെറുതാക്കാം. ഓക്കെ, കുറച്ച് നന്നായിട്ട് ചെറുതാക്കാം. 4 ആൾക്ക് മനസ്സിലായിക്കോട്ടെ നിങ്ങളത് ചെയ്തു തന്നു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ചെറുക്കൻ എന്താ അവിടെ കൈമുക്കി നിൽക്കുന്ന, ഹാൻഡ് ബോൾ ആക്കാൻ വേണ്ടിയിട്ടോ. എനിവേസ്, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, പ്ലേ ചെയ്യുന്നു. ബോൾ കുറച്ച് സ്ലോ ആണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഫിസിക്സ് ഡസൻറ്റ് മാറ്റർ, ഇത് IT എക്സാമാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒന്ന് അൺഡു, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്ത് പരിപാടി തീർക്കാം. ഞാൻ വേറൊരു പരിപാടി പറഞ്ഞു, ഞാൻ അൺഡു ചെയ്തു മൊത്തം. ഓക്കെ, അൺഡു ചെയ്യുന്നു, ബോൾ വിളിച്ചു. ഓക്കെ, ആനിമേഷൻ ചേട്ടൻ ഓഫ് ആട്ടോ. ബോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്തെങ്കിലും കുറച്ച് സ്റ്റൈലൊക്കെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്റ്റൈലാക്കണം. ആനിമേഷൻ ഓണാക്കി 0th ഫ്രെയിം ഞാൻ ഇവിടെ കൊടുക്കുന്നു. 0th ഫ്രെയിമിൽ നമ്മുടെ ബോൾ ഇവിടെ. ഓക്കെ, അത് സെറ്റായി. ഞാൻ 60ാമത്തെ ഫ്രെയിമിൽ, എനിക്ക് പകുതി ഫ്രെയിം ആകുമ്പോൾ എനിക്ക് എന്താണ്, ഈ ബോൾ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ എത്തണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആയിക്കോട്ടെ, ഇവിടെ എത്തി, സൈസ് കുറച്ച് ചെറുതായി. ഓക്കെ, വളഞ്ഞടിക്കും. ഓക്കെ, 120ാം ഫ്രെയിമിൽ എന്താണ്, കുറച്ചുകൂടി വളഞ്ഞ് ഞാൻ ഇവിടേക്ക് എത്തിച്ചു. ഓക്കെ, ചിലപ്പോൾ കാണുമ്പോൾ രസം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ഒരു വളഞ്ഞൊക്കെ ഇങ്ങനെ ഫുട്ബോളൊക്കെ എങ്ങനെയാണല്ലോ ഗോളാവും അല്ലേ, അവൻ്റെ മോന്തൊക്കെ ഇട്ടല്ലേ ഇവിടേക്ക് വീഴോട്ടെ. ഓക്കെ, പോസ്റ്റ് അടിക്കോളെ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ടീച്ചറിന് ഇഷ്ടപ്പെടണമെന്നില്ല, സോ നിങ്ങളുടെ റിസ്ക് ആണ്. വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോണ്ടോ. എന്താ ഗോൾ കഴിഞ്ഞു. ഓക്കെ, സേവ് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ അതിൽ പറഞ്ഞ പോലെ ഇത്രയുള്ള സംഭവം. കീ ഫ്രെയിം ബേസിക്കലി വേണം. ഓക്കെ, അടുത്തെന്താണ്, മോർണിംഗ് SIFZ ഉണ്ട്. ഞാൻ നോക്കട്ടെ ഈ ഫയൽ വർക്ക് ചെയ്യുന്നു. ഓപ്പണിൽ ഓടുന്നു. ഓക്കെ, ഞാൻ 2025 സപ്പോർട്ടിങ് ഫയൽസ്, എക്സാം 10 ഡോക്യുമെൻറ്റ്സ്, മോർണിംഗ് സിപ്സ് എടുക്കുന്നു. ഓക്കെ, ഭാഗ്യൻ്റെ കിട്ടി. ഓക്കെ, കിട്ടി, അടിപൊളി. ഈ സംഭവം ടെക്സ്റ്റ് 1 PNG. ഓക്കെ, ഇമ്പോർട്ട് കൊടുക്കുന്നു. ടെക്സ്റ്റ് 1 PNG. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ടു യു. അപ്പോൾ ബേസിക്കലി 0 ഫ്രെയിമിൽ ലെഫ്റ്റിൽ വേണം, റൈറ്റിൽ 90th ഫ്രെയിമിൽ എൻഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ബേസിക്കലി ആനിമേഷൻ ഇവിടെ 0 ഫ്രെയിമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, 0 ഫ്രെയിം. അപ്പോൾ ആനിമേഷൻ ചേട്ടനെ സ്റ്റാർട്ട് ചെയ്തു. 90th ഫ്രെയിമിൽ റൈറ്റ്, മക്കളെ ഈ സ്ക്രീൻ സേവറൊക്കെ കണ്ടിട്ടില്ലേ, 90th ഫ്രെയിമിൽ ഇവനെ ഇവിടേക്ക് എത്തിക്കണം. ഞാൻ ഇങ്ങനെ നേരെ ആക്കുന്ന, ഷിഫ്റ്റ് നീക്കിക്കൊണ്ട് നീക്കിയാണ് കേട്ടോ. റൈറ്റിൽ തട്ടുന്നു. ഓക്കെ, റൈറ്റിൽ തട്ടുന്നു. ഇനി 120ാമത്തെ ഫ്രെയിമിൽ തിരിച്ചടത്തി. ഒന്നും ചെയ്യണ്ട, കഴിഞ്ഞു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ വെറുതെ. 0 നെക്കി 90th ഫ്രെയിം എത്തുമ്പോൾ റൈറ്റിൽ തട്ടി തിരിച്ചു വന്നു. അത്രയല്ലേ പറയുന്നുള്ളൂ. 90th ഫ്രെയിം റൈറ്റ് എന്താ 90th ഫ്രെയിം ആൻഡ് കം ബാക്ക് ടു ലെഫ്റ്റിലെ 125 കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. ഓക്കെ, മോർണിംഗ് ഞാൻ അറിയാണ്ട് സേവ് ചെയ്ത് പോയി, പക്ഷേ കുഴപ്പമില്ല. ഇതിൻ്റെ മേലെയുള്ള സേവിന് Ctrl+Shift+S ആയിരുന്നൊക്കെ ഉണ്ട്. ഓക്കെ, 60Fൽ ഡബിൾ ഡ്രാഗ് ദ റൈറ്റ്, അതൊന്നും വേണ്ട, നിങ്ങളോട് പറഞ്ഞ കാര്യം ചെയ്യുക, അത്രയുള്ള സംഭവം. ഓക്കെ, ലാസ്റ്റ് ഇതാ ഈ ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 4 എന്താ പറയുന്നത്, BGPNG. ഓക്കെ, രണ്ടും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ എന്താ ഇവിടെ പോകുന്നു, ഇമ്പോർട്ട് വെക്കുന്നു. ഓക്കെ, BG നിൽക്കുന്നു. അയ്യോ BG ബാക്ക്ഗ്രൗണ്ട് സെറ്റ്. ടെക്സ്റ്റ് do.png ഇമ്പോർട്ട്. ടെക്സ്റ്റ് 2 ആണ് വേണ്ടത്, അതും സെറ്റ്. ഞാനൊന്നും തൊടുന്നില്ല. ക്രിയേറ്റ് ആനിമേഷൻ ഓൺ ദ ഇമേജ് മൂവിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അത്രയുള്ള സംഭവം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഫ്രെയിം 0 സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ലെഫ്റ്റിലേക്ക് വരുന്നു, റൈറ്റിലേക്ക് വരുന്നു, സെൻറ്ററിലേക്ക് വരുന്നു. അപ്പം നമുക്ക് 1 ഇവിടുന്ന് തുടങ്ങി 1 2 3. അപ്പോൾ നമുക്ക് 40ാമത്തെ ഫ്രെയിം ഇവിടെ ചെയ്യാം. 0th ഫ്രെയിം ഇവിടെ, അത് സെറ്റാണ്. 40ാമത്തെ ഫ്രെയിം നമുക്ക് ലെഫ്റ്റിൽ ടച്ച് ചെയ്യുന്ന പോലെ ആക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. 80ാമത്തെ ഫ്രെയിമിൽ, 80ാമത്തെ അല്ല ശരിക്കും, കുറച്ച് സ്പീഡ് കൂടും. ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോകുന്നു, ഇത്രയും മതി. ഇപ്പോൾ 80ാമത്തെ ഫ്രെയിം സെറ്റായി. ഇനി 120ാമത്തെ ഫ്രെയിമിൽ നമുക്ക് തിരിച്ച് സെൻറ്ററിലേക്ക് വരാം. ഓക്കെ, സെറ്റ്. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ. കഴിഞ്ഞു. ഓക്കെ, സേവ് ദി ആനിമേഷൻ ഇൻ എ ഫോൾഡർ ഫയൽ നെയിം കഴിഞ്ഞു. ആ പരിപാടിയും കഴിഞ്ഞ് സിമ്പിൾ സംഭവം. ഓക്കെ, ഇനി ലാസ്റ്റ് വെച്ച് നമ്മൾ road.fzip ഈ സാധനം നമുക്ക് road.fzip ഓപ്പൺ ചെയ്യാം.
ഞാൻ സേവ് ചെയ്തില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഓപ്പൺ ചെയ്താൽ മതിയായിരുന്നു. ഓപ്പൺ road.zips, കുഴപ്പമില്ല ചേട്ടാ. ഓക്കെ, അതിൽ നമ്മൾ സൈക്കിളിന് ഇമ്പോർട്ട് ചെയ്യുന്നു, അറേഞ്ച് ബൈസൈക്കിൾ, ആനിമേറ്റ് സൈസ് ചെറുതാക്കണം. അയാൾ നമുക്ക് പോകുമ്പോൾ 3D എഫക്റ്റ് വേണം. അപ്പോൾ നമ്മൾ സൈക്കിൾ ചേട്ടനെ കൊണ്ടുവരുന്നു, അയാളെ കൊണ്ടിട്ട് ആദ്യം ഇവിടെ ഇടുന്നു. ഓക്കെ, ഇയാളെന്ത് ഇങ്ങനെയൊക്കെ സൈക്കിൾ ഓടിക്കുന്നു. ഓക്കെ ഫൈൻ, നമ്മളെന്ത് ചെയ്യുന്നു, ആനിമേഷൻ ചേട്ടൻ ഓൺ ആക്കുന്നു. ഓക്കെ, 0-ൽ 120 ഫ്രെയിം ആകുമ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം നമ്മൾ ചെയ്യേണ്ടത്. അയാൾ അവസാനം ആ റോഡിൻ്റെ അറ്റത്തെത്തും, പക്ഷേ അയാൾ ചെറുതാവണ്ടേ, നമ്മൾ നല്ലതായിട്ടങ്ങ് ചെറുതാക്കുമ്പോൾ കുറച്ചല്ലാതെ നന്നായിട്ടങ്ങ് ചെറുതാക്കുന്നു. 4 ആൾ അറിഞ്ഞോട്ടെ നിങ്ങൾ ചെറുതാക്കിയെന്ന്. ഓക്കെ കഴിഞ്ഞു, പ്ലേ ചെയ്യുക, കഴിഞ്ഞു. കണ്ടോ, ഇത്രയുള്ള സംഭവം കഴിഞ്ഞു നിങ്ങളുടെ ആനിമേഷൻ. യു ആർ ഒഫീഷ്യലി ആൻ ആനിമേറ്റർ. ഓക്കെ, ഈ സംഭവം കൊണ്ട് കഴിഞ്ഞില്ല, ആക്ടിവിറ്റി 6 കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ ക്ലോസ് ചെയ്യാം. ഇത് ഇത്രയുള്ള പരിപാടി. ഓക്കെ, സേവ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യണം, അത് ഞാൻ ചെയ്യുന്നില്ല. road.zips ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ road.zips. പഴയ സിപ്സ് റോഡ് തന്നെയാണോ? ഈ റോഡ് തന്നെയാണല്ലോ. അതിൽ ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, ഇൻക്രീസ് സൈസ് ആൻഡ് മൂവിങ് അലോങ് ദ റോഡ്. ഓക്കെ, സിമ്പിൾ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് തോന്നുന്നു ഈ പ്രോജക്റ്റ് തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് ആദ്യം ചെറുതാണ്. ഓക്കെ, ബസ് ആദ്യം ചെറുതാണ്. നല്ല ഓക്കെ, KSRTC ബസ്സാണ് ഇങ്ങനെ വലുതായി റൈറ്റിൽ കൂടെ വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വരുന്നു, ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ആനിമേഷൻ ചേട്ടൻ ഓൺ. ഞാൻ എന്താ ഇവിടേക്ക് വരുത്തുന്നു. ഇവിടേക്ക് വരുമ്പോഴേ റോഡ് ബസ് ഇങ്ങനെ വലുതായി പേടിപ്പിക്കണം 4 ആൾക്കാരെ. ഓക്കെ, ഇവിടെ എൻഡ് ചെയ്യുന്നു. ഓക്കെ, കുറച്ചുകൂടി വലുതാക്കി ഇങ്ങോട്ട് വേണം പോയിക്കോട്ടെ അല്ലേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തോ ഒരു ചെറിയ പ്രശ്നം നടന്നു. ഇന്ന് ആനിമേഷൻ ചേട്ടനിൽ ഞാൻ 0 ഫ്രെയിമിലൊന്നും നടന്നില്ല. 0 ഫ്രെയിമിൽ സെറ്റായിട്ടുണ്ടായിരുന്നില്ല അത്. ഓക്കെ ആൻഡ് 0 ഫ്രെയിം സെറ്റായി. 120 ഫ്രെയിമോ, 120 ഫ്രെയിമിൽ പിന്നെ ഇവിടെ വലുത്. ഓക്കെ സെറ്റ്. ഇനി ഓക്കെ, കഴിഞ്ഞു. ഇത്ര സംഭവം. ഓക്കെ, അതോടെ നിങ്ങളുടെ സംഭവങ്ങൾ കഴിഞ്ഞു. ഇത് FLV ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ FLV ആയിട്ട് റെൻഡറിങ്. ഓക്കെ, അതോടെ നിങ്ങളുടെ കഴിഞ്ഞു. ആൻസർ കീക്ക് സെറ്റായി. അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ മറക്കരുത്. പിന്നെ ഏത് വീഡിയോ വേണം, ഇനി ഏത് വീഡിയോ വേണമെന്ന് കമൻറ്റ്. HTML വേണോ നിങ്ങൾക്ക്, ടേബിൾ ഇൻഡെക്സ് ഫോർമാറ്റിംഗ് വേണോ, അല്ലെങ്കിൽ സൺക്ലോക്ക് വേണോ, എല്ലാം കമൻറ്റ്. QGIS വേണോ കമൻറ്റ് ചെയ്യുക. പിന്നെ റെസിഡൻഷ്യൽ ബാച്ചിൽ നിങ്ങൾക്ക് നീറ്റ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. ബാച്ചിൽ നിങ്ങൾ ഓൺലൈൻ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി അഡ്മിഷൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലൈവിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.